നിങ്ങൾ ഒരു പ്രതീക്ഷയും വെക്കണ്ട കേട്ടോ. നിങ്ങൾ മക്കൾക്ക് എന്ത് സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താലും അവർക്ക് ദീന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ എഴുതി വെച്ചോ. ആ സങ്കടങ്ങളാണ് ഇന്ന് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പരാതികളും ബുദ്ധിമുട്ടുകളാണ് മക്കളെ കാര്യത്തിൽ. ദീന് കൊണ്ട് മാത്രമേ പറ്റൂ. മനസ്സിലായി? ദീനില്ലെങ്കിൽ ഒന്നും നടക്കൂല. എത്ര പെൺകുട്ടികളാണ് നിങ്ങളെ വിവാഹം വേണ്ട പറഞ്ഞു നിൽക്കുന്നത്. എന്താ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു? വിവാഹം വേണമെന്ന് അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ദീനുകൊണ്ട് മാത്രമേ പറ്റൂ. വേറെ ഒന്നുകൊണ്ട് പറ്റൂ. ദുനിയാവിന്റെ ആൾക്കാർ താരത്തിൽ കല്യാണം വേണമെങ്കിൽ വെക്കേണ്ട. നിങ്ങൾ എന്തിനാ അവളെ നിർബന്ധിക്കുന്നേ ചോദിക്കൂ. ദീനിന് മാത്രമേ ഒരു വിവാഹത്തിന്റെ അനിവാര്യത പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു 10-60 കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസത്തെ ക്യാമ്പ്. അപ്പൊ അതിൽ ഞാൻ പങ്കെടുത്തപ്പോ കുറെ 60ഓളം പെൺകുട്ടികളാണ്. 60ഓളം പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളോടൊക്കെ ഞാൻ ചോദിച്ചപ്പോ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം ജോലി മാത്രമാണ്. ഞാൻ വിചാരിച്ചു കല്യാണം എല്ലാവർക്കും വേണമെന്ന് എല്ലാവരും പറയില്ലേ. എല്ലാവർക്കും കല്യാണം വേണ്ട. എല്ലാവർക്കും വേണ്ട 60 പെൺകുട്ടികൾക്കും വേണ്ട ഒരു കാര്യം എന്തുള്ളൂ നിങ്ങൾ? ജോലി. അതേ വേണ്ടുള്ളൂ. സാധാരണഗതിയിൽ 60 പെൺകുട്ടികൾക്കും വേണ്ട കാര്യം ഇപ്പൊ എന്താണ്? കല്യാണമല്ലേ. അത് 60 ആക്കും വേണ്ട. അത് നമുക്ക് കുടുങ്ങാണെങ്കിൽ ചെയ്യാന്നുള്ളത്. പാപ്പി ഇന്ന് വല്ലാതെ ഇടങ്ങേറാക്കുകയാണെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ടാകണമെങ്കിലൊക്കെ അപ്പൊ ആലോചിക്കാണ്. സുഹൃത്തുക്കളെ, അവിടേക്ക് എന്ത് എത്തി? അത് ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുമ്പോൾ ഒരിക്കലും വിവാഹം ബോധ്യപ്പെടില്ല. വിവാഹത്തിലൂടെ നേടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ദീന് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വേറൊന്നുകൊണ്ട് പറ്റൂല.